അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെള്ളാപ്പള്ളി നടേശൻ അതീവ ദുഃഖത്തിലാണ്. അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കുവാൻ സമുദായത്തിൽ നിന്നുപോലും ആരുമില്ലാത്ത അവസ്ഥയാണുള്ളത്. എങ്ങനെയാണ് ഉണ്ടാകുക? അത്രത്തോളം കൊടും ക്രൂരതയാണ് ഈഴവ സമൂഹത്തോട് ഈ പരമചെറ്റ ചെയ്തിട്ടുള്ളത്. 2020 ജൂൺ 24 ആലപ്പുഴ കണിച്ചിക്കുളങ്ങര SNDP യൂണിയൻ ഓഫീസിൽ മഹേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. അദ്ദേഹം SNDP യോഗത്തിൻ്റെ കീഴിലെ മൈക്രോ ഫിനാൻസിലെ ഓൾ കോർഡിനേറ്റർ ആയിരുന്നു. അതുപോലെ JDS-ലെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു. 20 കോടി രൂപ തട്ടിപ്പ് കേസിൽ അദ്ദേഹത്തെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിനു മുമ്പ് അദ്ദേഹം ക്രൈംബ്രാഞ്ചിനും CIക്കും പ്രത്യേകം കത്തെഴുതി പൊതുസമൂഹത്തോട് സത്യാവസ്ഥ വിളിച്ചു പറഞ്ഞിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവനും എൻ്റെ സമ്പത്തിനും ഭീഷണിയുണ്ട്, തൊട്ടടുത്ത ദിവസം ഞാൻ കൊല്ലപ്പെട്ടേക്കാം. SNDP യോഗത്തിലെ പല പ്രമുഖരും എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, വെള്ളാപ്പള്ളി നടേശന് എന്നോട് വ്യക്തിവൈരാഗ്യമുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ആത്മഹത്യാ പ്രേരണക്കുറ്റത്തിന് വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെയും മാനേജർ KL അശോകനെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇതുമാത്രമോ, എത്രയെത്രയോ തട്ടിപ്പുകളാണ് ഈ പരമചെറ്റ ചെയ്തിട്ടുള്ളത്. 1998-99 കാലഘട്ടം കൊല്ലം SN കോളേജിലെ ഗോൾഡൻ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് സമാഹരിച്ച 1.5 കോടി രൂപയിൽ നിന്നും 55 ലക്ഷം രൂപയാണ് തൻ്റെ അക്കൗണ്ടിലേക്ക് അദ്ദേഹം മാറ്റിയത്. അങ്ങനെ ക്ഷേത്രത്തിൻ്റെയും അതുപോലെ പാർട്ടിയുടെയും ഒക്കെ ഫണ്ട് ദുരുപയോഗം ചെയ്ത കേസിൽ ഇദ്ദേഹം പ്രതിയാണ്. ഇത്രത്തോളം നീചവും നികൃഷ്ടവുമായ പരമചെറ്റിയായ ഈ വ്യക്തിയാണ് മലപ്പുറത്തെ ഹിന്ദുക്കളെ സംബന്ധിച്ച് ഇങ്ങനെ വാവിട്ട് കരയുന്നത്. അവിടെ ഹിന്ദുക്കൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല. അവിടെ ഹിന്ദുക്കളൊക്കെ വളരെ ഹാപ്പിയാണ്. അവിടെ ഏതെങ്കിലും വിഷമങ്ങളും കഷ്ടതകളും അനുഭവിക്കുന്നെങ്കിൽ അത് നിങ്ങളെപ്പോലെയുള്ള വിഷം തുപ്പുന്ന വിഭാഗത്തിനാണ്. അല്ലാതെ യഥാർത്ഥ ഹിന്ദുക്കളൊക്കെ അവിടെ സമാധാനത്തിലും ശാന്തിയിലുമാണ് ഉള്ളത്. നിങ്ങൾ കേട്ടു നോക്കൂ, ഒരു അധ്യാപകൻ അദ്ദേഹം പറയാണ്, ഞാൻ വന്നിട്ട് 35 വർഷമായി, എനിക്കിവിടുന്ന് പോകാനേ തോന്നുന്നില്ല. ഇത് ഒരു മുസ്ലിമല്ല പറയുന്നു, ഒരു അമുസ്ലിമായ ഒരു അധ്യാപകനാണ് അത് പറയുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എങ്ങനെയുണ്ട് മലപ്പുറത്തിലെ അനുഭവം? അപ്പം എനിക്ക് എൻ്റെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള യാതൊരു അനുഭവവും എനിക്കുണ്ടായിട്ടില്ല. ഏറ്റവും സൗഹാർദ്ദപരമായിട്ടാണ് ഇവിടുത്തെ ആളുകൾ എന്നോട് പെരുമാറി. മാത്രമല്ല, ഇപ്പം പെരുന്നാൾ കഴിഞ്ഞു. ആ കഴിഞ്ഞപ്പോൾ ഈ വീട്ടിലേക്കൊരു 5-6 വീട്ടിൽ നിന്ന് ബിരിയാണി ഈ വീട്ടിലെത്തിച്ചിട്ട് ഞങ്ങൾക്കത് തിന്ന് തീരുന്നില്ല. ചില ആൾക്കാർക്ക് ഞാൻ ആദ്യം പറഞ്ഞു വിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന്. ഞങ്ങൾക്കിടയിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. ഇവിടെ വന്ന് താമസിച്ചാൽ മാത്രമേ ആ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവൂ. നമ്മളോടൊപ്പം ടീച്ചറുണ്ട്, ബിജിലി ടീച്ചർ ഇവിടെ കോട്ടപ്പടി 90കളിൽ വന്നതാണ്. അപ്പോഴും മലപ്പുറത്ത് കേൾക്കുമ്പോഴും ഒരു പേടിയായിരുന്നു വരുമ്പോൾ. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു അനുഭവമാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. നമ്മൾ ഇപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ നമ്മുടെ വീട് ഒന്ന് ചെടികൾക്കൊക്കെ നനയ്ക്കണം എന്ന് പറഞ്ഞാൽ പോലും അതെല്ലാം വന്ന് ചെയ്തു തരാനും, മാഷ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം ഒരു വയറിന് പ്രശ്നമായിട്ടൊക്കെ അഡ്മിറ്റായി. അപ്പോഴത്തേക്ക് അന്ന് ഗൂഗിൾ പേ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഉടനെ നമുക്ക് പൈസ പ്രശ്നം വന്നപ്പോഴൊക്കെ അടുത്ത മെഡിക്കൽ സ്റ്റോറിലെ ആൾ, അവിടെ യുണൈറ്റഡിലെ കടയിലെ ആളൊക്കെ വന്ന് കണ്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് പൈസ ചോദിക്കുന്നതിന് പോലും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. തിരിച്ച് നാട്ടിലേക്ക് പോകണം തോന്നിയിട്ടില്ല. കുട്ടികളൊക്കെ ജനിച്ചത് ഇവിടെയാണ്, അവരുടെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെയാണ്. ബാംഗ്ലൂരുള്ള മോൻ വരെ ഇപ്പോൾ പെരുന്നാൾ കൂടാൻ വേണ്ടി ഇപ്പോൾ വന്നിട്ട് പോയത്. മക്കൾക്ക് എങ്ങനെയാണ് മലപ്പുറം ഇഷ്ടപ്പെട്ട സ്ഥലമാണോ? അതെ, മക്കൾക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവർ, അല്ലെങ്കിൽ മാഷ് പിരിഞ്ഞപ്പോഴും വടകര വീട് വയ്ക്കണോ എന്നൊക്കെ ഞങ്ങൾ സംശയിച്ചു. അപ്പോൾ അവരെന്തായാലും മലപ്പുറം വിട്ട് പോരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ മണമ്പൂർ രാജൻ ബാബു എന്ന കവി, അദ്ദേഹവും പറയുന്നു, മലപ്പുറം പോലെ ഒരു രാജ്യം, ഒരു സ്ഥലം വേറെയില്ല, എനിക്കിവിടുന്ന് പോകാനേ തോന്നുന്നില്ല, ഞാൻ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ ഇനി എനിക്കിവിടുന്ന് പോകാൻ കഴിയാത്ത അവസ്ഥയിലായി. അത്രത്തോളം സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് പൊതിയുകയാണ് മലപ്പുറംകാർ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടു നോക്ക്. എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു മനസ്സ് മലപ്പുറത്തിനുണ്ട്. അത് വളരെ സവിശേഷമാണ്. ഒരുപക്ഷെ ആ മനസ്സുകൊണ്ടാണ് എന്നെപ്പോലുള്ള ആളുകൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റാതെ ആയിപ്പോയത്, ഇവിടെ പെട്ടുപോയെന്ന് പറഞ്ഞാൽ അതൊരു സങ്കടത്തിൽ പറയുകയില്ല. എൻ്റെ ഗ്രാമത്തിൽ എന്നെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു യോഗം ചേർന്നിട്ടുണ്ട്. പക്ഷേ അന്ന് അവരോട് ഞാൻ പറഞ്ഞു,
എനിക്കിവിടം വിടാൻ പറ്റുന്നില്ല, ഈ ഗ്രാമ മനസ്സുള്ള ഈ ജില്ല എന്നെ വിടുന്നില്ല, അവരെന്നെ പിടിച്ചു വച്ചിരിക്കുകയാണ്. അങ്ങനെ എത്രയെത്രയോ ആൾക്കാരാണ് മലപ്പുറത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്നത്. ഒരു കവി പാടുന്നത് കാണാം: മാനവ സ്നേഹത്തിൻ വീരഗാഥകൾ രചിച്ചു, മാമലയാളത്തിനീ മലപ്പുറം ജ്വലിച്ചു. തുഞ്ചനും പൂന്താനവും ജനിച്ച മണ്ണിതല്ലോ, കൊഞ്ചിയൊഴുകും നിളതൻ പുഞ്ചിരി കണ്ടില്ലേ. തേനിശലൊഴുകിയ മോയിൻ കുട്ടി വൈദ്യരേറെ, മാനസം കവരുന്ന ഒപ്പന പാട്ടുകളോ വേറെ. പണ്ട് മാമാങ്കത്തിനെത്ര സാക്ഷിയായി നാട്, ഉണ്ട് ചിന്തയിൽ നന്ദനാരും പേരെഴും ചെറുകാട്. സർവമത മൈത്രിയുടെ മാതൃകയായി ജില്ല, സ്വാതരത്വം വാക്കുകളിൽ മാത്രമൊതുങ്ങൂല. നാണ്യവിളകൾക്ക് പേരുകേട്ട നാടിതാണേ, നൂറു നന്മകൾ വിളയും പ്രദേശമാണേ. ഇന്ത്യതൻ സ്വാതന്ത്ര്യ സമരം തന്നിലും രംഗത്ത്, മുന്തി നിന്ന കൂട്ടരേറെയുണ്ട് ഈ പ്രദേശത്ത്. വിസ്മരിക്കാതെ നമുക്കനുസ്മരിക്കാം സാരം, വിസ്മയമോർക്കുമീ മലപ്പുറം സംസ്കാരം. എത്രയോ നല്ല വരികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്തെ ഇതുപോലെയുള്ള കീടനാശിനികളിൽ നിന്നും രക്ഷപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.